ഭാരിച്ച ചികിത്സാ ചിലവാണ് പല കുടുംബങ്ങളെയും തകർക്കുന്നത്. വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ച് വിൽക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത, നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. അച്ഛൻ്റെ അമ്മയുടെയും ചികിത്സയ്ക്ക് സഹായമാണ്. തൃശൂർ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി മുണ്ടത്തിക്കോട് വില്ലേജിലെ പാമ്പുങ്ങൽ വീട്ടിൽ രംഗൻ, സന്ധ്യ ദമ്പതികളുടെ അവസ്ഥ വളരെ വേദനാജനകമാണ്. രംഗൻ 6 വർഷമായി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. വീടിന് മുന്നിൽ ലോട്ടറി വിറ്റും ഭാര്യയും അമ്മയും വീട്ടുജോലി ചെയ്തും സഹോദരങ്ങളുടെ സഹായം കൊണ്ടും നിത്യവൃത്തിയും ചികിത്സയും നടത്തിവരുന്ന സമയത്താണ് മറ്റൊരു ദുരന്തം ഈ കുടുംബത്തെ തകർക്കുന്നത്. ഭാര്യ സന്ധ്യ വയറുവേദനയെ തുടർന്ന് നടത്തിയ ടെസ്റ്റിലാണ് ക്യാൻസർ എന്ന മഹാമാരിയുടെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലാണ് എന്നറിയുന്നത്. എല്ലാ വീടുകളിലും പണിക്ക് ജോലി വന്നിട്ട് അവരെ നോക്കി തുടങ്ങിയതൊക്കെ ഇപ്പൊ അവർക്ക് 2 മാസമായി ഈ വയ്യാതെ തുടങ്ങിയിട്ട്. എനിക്ക് 2 ചെറിയ പിള്ളേരും ഉണ്ട്. ഒരാൾ +2 കഴിഞ്ഞ് പഠിക്കാൻ പോകാൻ പറ്റാണ്ട് അച്ഛനെ നോക്കിയിരിക്കുകയായിരുന്നു. മറ്റവൻ +1-നായി. വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ലോട്ടറി വിറ്റാണ് രംഗൻ ജീവിച്ചിരുന്നത് അസുഖത്തെ തുടർന്ന്. അതോടൊപ്പം തന്നെ ഭാര്യ സന്ധിക്കും ഇപ്പോൾ അസുഖമായത് 2 പേർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഡയാലിസിസിന് തന്നെ ഒരു മാസം 10,000-40,000 രൂപയോളം ചിലവ് വരും. 2 പേർക്കും കൂടി ചികിത്സയ്ക്ക് വലിയൊരു സംഖ്യ. അതുപോലെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഭക്ഷണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വന്തമായൊരു സ്ഥലവും വീടും ഉണ്ടാവുക എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഈ മാരകമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ചികിത്സ നടത്താനും സാധ്യമല്ലാത്തൊരു സ്ഥിതിയിലാണ്. എല്ലാവരും, എല്ലാ നല്ല സുമനസ്സുകളും ഇവരുടെ ഈ കുടുംബത്തെയും 2 കുട്ടികളെയൊക്കെ സഹായിക്കാൻ തയ്യാറാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ഈ കുടുംബം ഇന്ന് ജീവനും ജീവിതവും നിലനിർത്തുവാൻ പാടുപെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രംഗേട്ടനും സന്ധ്യേച്ചിയും അവരുടെ 2 മക്കളും ചെറിയൊരു കുടുംബം മുണ്ടത്തിക്കോട് പ്രദേശത്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നുണ്ടായിരുന്ന പെട്ടെന്നുള്ള അസുഖം ഇവരെ 2 പേരെയും വലിയൊരു ജീവിതം തന്നെ വലിയൊരു ആപത്തിലേക്ക് തള്ളിയിട്ടിരിക്കുക. മക്കളുടെ വിദ്യാഭ്യാസം നിലച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. ദിവസേനയുള്ള ചെലവിന് പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. സ്വന്തമായിട്ട് ഭൂമിയില്ല, കിടപ്പാടില്ല, ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളുടെ സഹായം കിട്ടിയാലാണ് ഈ കുട്ടികളുടെ ഭാവിയെങ്കിലും സുരക്ഷിതമാക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് എല്ലാ സുമനസ്സുകളും വലിയ രീതിയിൽ സഹായിച്ചാലാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്.